CPM-ന് നാണക്കേടായ PSC കോഴ വിവാദം ന്യായീകരിച്ചും വിശദീകരിക്കാൻ ശ്രമിച്ചും നേതൃത്വം കുഴങ്ങിയതാണ്. CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടുളി ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ഉയർന്ന ആരോപണം. CPM ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ഇന്ന് ചേർന്ന് തീരുമാനമെടുത്തു. പ്രമോദ് കോട്ടുളി പാർട്ടിക്ക് പുറത്ത്. പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാലാണ് പുറത്താക്കലെന്ന് നേതൃത്വം. PSC വിവാദം തൊടാതെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടൽ. PSC കോഴയിൽ പരാതി പോലുമില്ലെന്ന് ജില്ലാ സെക്രട്ടറി. പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പാർട്ടി തീരുമാനത്തിന് പിന്നാലെ നാടകീയ രംഗങ്ങൾ. മുട്ടുമടക്കില്ലെന്ന പ്രമോദ്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന് മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. അയാൾ പറയണം തെളിവ് സഹിതം, നിങ്ങൾ ഇന്ന ആളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. നേരെ കോഴയാരോപണത്തിലെ പരാതിക്കാരൻ ചേവായൂർ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് അമ്മയെയും കൂട്ടിയെത്തി പ്രതിഷേധം. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടുള്ളൂ. എല്ലാവരോടും അന്വേഷിക്കണ്ടേ? പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. കോഴ വാങ്ങി എന്ന് മാത്രമല്ല പറയുന്നത്. പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി വൈകിയതിൽ CPM സംസ്ഥാന കമ്മിറ്റിക്ക് അതൃപ്തി. ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് അതൃപ്തി അറിയിച്ചത്. അതേസമയം തീർപ്പാക്കാവുന്ന PSC കോഴ വിവാദം അനാവശ്യ വിവാദമാക്കിയെന്ന ആക്ഷേപം പാർട്ടിക്കകത്തു തന്നെയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.